നമസ്കാരം. കൊച്ചിയിൽ താമസിക്കുന്ന ഒരു യുവനടി, അവർ കഴിഞ്ഞ 10 വർഷമായി മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയിലുണ്ട്. പല ചിത്രങ്ങളിലും വളരെ മോശമില്ലാത്ത റോളുകളും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തിറങ്ങിയ ബിജുമേനൻ്റെ പടം, കുഞ്ചാക്കോ ബോബൻ്റെ പടത്തിലൊക്കെ അവർ വളരെ നായിക പ്രാധാന്യമില്ലെങ്കിലും വളരെ അത്യാവശ്യം ഡയലോഗുള്ള റോള് ചെയ്ത് കഴിഞ്ഞ 10 വർഷമായി ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു താരമാണ്. അവർക്ക് ഒരു മലയാളത്തിലൊരു പ്രമുഖ ചാനലിൽ നിന്നും അതിൽ നിന്ന് ഒരു റിപ്പോർട്ടർ, ഒരു പെൺകുട്ടി റിപ്പോർട്ടർ വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ 10 വർഷമായില്ലേ സിനിമാ മേഖലയിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് ദുരനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർ ചോദിച്ചു എന്ത് ദുരനുഭവമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ല ഈ നടന്മാരിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അവർ ന്യായമായിട്ട് പറഞ്ഞത്, സാധാരണ ഇൻഡസ്ട്രിയിൽ കാണുന്നതാണെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, പക്ഷേ അവരുടെ ദേഷ്യം വരുമ്പോഴും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അത് നമ്മളത്ര കാര്യമാകല്ല, അതായത് വർക്ക് ടെൻഷൻ ഉണ്ടാകുന്നതാണ്, അതല്ലാതെ ദുരനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ ഈ റിപ്പോർട്ടർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓർത്ത് നോക്കൂ, കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ മലയാള സിനിമയിൽ വർക്ക് ചെയ്യില്ലേ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രമുഖ നടന്മാരൊക്കെ കൂടെ നിങ്ങൾ അഭിനയിച്ചതാണല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ അവരതിനും പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ്. ഈ പ്രമുഖ നടന്മാർ മറ്റേ കോമഡിയൻസിനൊന്നും അവർ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും സെറ്റിലുണ്ടാകുമ്പോഴത്തേക്ക് ഈ പ്രമുഖ നടന്മാർ മിക്കുള്ളപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ റിപ്പോർട്ടർ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ, ഇപ്പോൾ മലയാള സിനിമയിൽ നിൽക്കുന്ന രണ്ടാന്തര നായകന്മാരുടെ എല്ലാം നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അവരിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു. അവരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ അത് ഓർത്തെടുത്ത് ഞങ്ങളുടെ ചാനൽ വഴി പറയുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കൊരു വളരെ മോശമില്ലാത്തൊരു പ്രതിഫലം തരാം. അപ്പോൾ പാറ്റസ് കഫേയിലേക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. പെയ്ഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ട് എന്നറിയാം, പക്ഷേ ഇത്രയും ഓപ്പണായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളിനെ വിളിച്ചിട്ട് ഒരു ചാനലിൽ നിന്ന്, പ്രമുഖ ചാനലാണ്, മലയാളത്തിലെ റേറ്റിങ്ങിൽ അത്ര വളരെ മുന്നിലൊന്നും അല്ലായെങ്കിലും അവരും പ്രമുഖ ചാനലാണ്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ ആ ചാനൽ തന്നെ കുറേ പെൺകുട്ടികളെ വിളിച്ചിരുത്തി, ആ സിനിമയിലുള്ള കുറേ പെൺകുട്ടി മുൻപുണ്ടായിരുന്ന അഭിനയിച്ചിരുന്ന കുറേ ആൾക്കാരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അവർ ആ ചാനൽ മുഖാന്തരം തന്നെയാണ് ഒരുപാട് പേര് പുറത്ത് പറഞ്ഞു തോന്നുന്നു വസ്തുക്കൾ. അവരുടെയൊക്കെ റിപ്പോർട്ടർമാർ 4 വശവും ഈ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ വീണ്ടും വിളിച്ചു. നിങ്ങൾക്ക് ഞങ്ങളൊരു ചെറിയൊരു തുക തരാം, നിങ്ങൾക്ക് യാത്ര ചെയ്തു വന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയൊരു തുക തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു തുക വേണ്ട, ഞാനത് തീർച്ചയായിട്ടും എനിക്കത് വരേണ്ട ആവശ്യമില്ല, സത്യം കള്ളം പറയാൻ ഞാൻ വരാൻ താല്പര്യം. അവർ വീണ്ടും വിളിച്ചു. അവർ വളരെ ഒരു 50,000 രൂപ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, 50,000 രൂപ തരാം, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങോട്ട് പോകുമ്പോഴോ തട്ടിയെന്നോ പിടിച്ചെന്നോ, അത് വളരെ സീരിയസ് ആവാത്ത രീതിയിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മതി. അവരെപ്പോഴും പറഞ്ഞു, ഈ നടി എപ്പോഴും പറഞ്ഞു, എനിക്കങ്ങനെ പറയാൻ താല്പര്യമില്ല. വൈകുന്നേരത്തെ അവർ വീണ്ടും വിളിച്ചു, അത് 1,00,000 രൂപയായി. അപ്പോൾ അവർ ഈ നടി അവരുടെ സുഹൃത്തുക്കളായി ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന മറ്റു പെൺകുട്ടികളെയൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അതിൽ 1-2 പേർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരും പറഞ്ഞു, ഒരു 1-2 ചാനലിൽ നിന്ന്, ഈ ചാനലിൽ നിന്ന് തന്നെ അവരെ വിളിച്ചിട്ടുണ്ട്, മാത്രമല്ല വേറെ 1-2 ചാനലിൽ നിന്ന് കൂടി വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം ഒരു ഡിമാൻഡ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ചാനലിൽ തന്നെ വന്നിരുന്നത് പറഞ്ഞാൽ ഇവർ മോശമില്ലാത്തൊരു റെമ്യൂണറേഷൻ അവർക്ക് കൊടുക്കും. ഈ ഓഫർ 2,00,000 രൂപ വരെ ആയെന്നാണ് ഈ പെൺകുട്ടി എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്. എൻ്റെ സുഹൃത്ത് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഫിലിം ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് 2,00,000 രൂപ വരെ ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നടൻ്റെ വലിപ്പച്ചെറുപ്പം പോലെ ഇരിക്കുക, ചിലപ്പോൾ 5,00,000 രൂപ വരെ ചില മീഡിയകൾ ഓഫർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാരണം, അത് ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് വേണമെന്നില്ല, അങ്ങോട്ട് നടന്നു പോയപ്പോൾ തട്ടിയെന്നോ അല്ലെങ്കിൽ വന്നപ്പോൾ കയറി പിടിച്ചു എന്നോ അതെനിക്ക് ഇഷ്ടമല്ല, അതെല്ലാം അവർ സ്ക്രിപ്റ്റഡായിട്ട് അവർ പറഞ്ഞു കൊടുക്കും. അതുപോലെ പറഞ്ഞാൽ മതി, ഒരു ചെറിയൊരു ഒരു കരച്ചിലും ഇതെല്ലാം മേമ്പൊടിക്ക് ചേർത്തോളൂ, നിങ്ങൾ ചെറുതായിട്ടൊന്ന് വിങ്ങിപ്പൊട്ടുക, ഇതെല്ലാം ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കോളാം. അത് ഇവരുടെ ചാനൽ വഴി ഇത് ഫ്ലാഷ് ചെയ്യണം, ഇന്ന നടനെതിരെ, പ്രമുഖ നടനെതിരെ നടിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിക്ക് ഇത് ഫ്ലാഷ് ചെയ്യാൻ മാത്രമാണ് ഈ ചാനൽ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു പെയ്ഡ് ന്യൂസാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജെന്യുവനായിട്ട് വന്ന് സംസാരിച്ച കുറച്ച് പേരുണ്ട്, ഇവരുടെ എല്ലാം പെയ്ഡ് ന്യൂസാണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു 60-70% പെയ്ഡ് ന്യൂസ്, ചാനലുടെ മത്സരത്തിനിടയിൽ പെയ്ഡ് ന്യൂസാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇനിയെങ്കിലും ഇത് ആരെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ, ഈ നടി ഈ സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ, ഇത് നശിക്കാൻ പോകുന്നത് ഒരുപാട് സിനിമാക്കാരുടെ ജീവിതമാണ്, കരിയറാണ്, അല്ലെങ്കിൽ മലയാള സിനിമയാണ് നശിക്കാൻ പോകുന്നത്. പേടിച്ചിട്ട്
അപ്പോൾ നടന്മാരുടെ കൂട്ടം ഓട്ടമാണ്. ആരൊക്കെയാണ് പേര് പറയുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഈ മുകേഷിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയൊക്കെ ഉള്ള ഒരു ജെനുവിൻ കേസാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനൊന്നും ഉൾപ്പെടാതെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ പേര് പറയാൻ വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റായ നടികളെ നല്ല പ്രതിഫലം കൊടുത്ത് അവരെ നിങ്ങൾ ഇത് മാത്രം പറഞ്ഞാൽ മതി, ശരീരത്തിൽ കയറി പിടിച്ചു അല്ലെങ്കിൽ അനുവാദമില്ലാതെ പിടിച്ചുവിൻ്റെ കഥ ഇത് തട്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ, നിങ്ങളുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണെങ്കിൽ, ഞങ്ങൾ യുവനടി എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യുവനടി പീഡിപ്പിച്ചു ഇങ്ങനെ ഒരു വാർത്തയ്ക്കാണെങ്കിൽ 50,000 രൂപ, അല്ല നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉൾപ്പെടെ വെളിപ്പെടുത്തിയാൽ 2 ലക്ഷം അതിന് മുകളിൽ ഞങ്ങൾ ചാനൽ റെമ്യൂണേഷൻ തരും. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പോൾ ഈ നടി തിരിച്ചു വെച്ചൊരു കാര്യമുണ്ട്, മാനനഷ്ടത്തിന് ഈ നടൻ കേസ് കൊടുത്താൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞത് ഒരു മാനനഷ്ട കേസ് എത്രയോ വർഷങ്ങൾ നീളുന്നൊരു പ്രക്രിയയാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്തിനാ ടെൻഷനാവുന്നത്? ആ മാനനഷ്ട കേസ് കൊടുത്തു എന്നത് അദ്ദേഹം പോലും ഒരു 4-5 വർഷം കഴിയുമ്പോൾ അത് മറന്നുകൊള്ളും. നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് എതിരെ ആരാണ് സംസാരിക്കുന്നത്? അല്ലെങ്കിലും ഒരു 6 വർഷം മുമ്പ് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെളിവുമില്ല. അപ്പോൾ അങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തരുന്നത് വളരെ വലിയൊരു ഓഫറാണ്. നിങ്ങൾക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കൂടിപ്പോയാൽ 30,000-40,000 രൂപയൊക്കെ ആയിരിക്കും കിട്ടണത്. അപ്പോൾ അതിൽ കൂടുതൽ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ഞങ്ങൾ തരാൻ തയ്യാറാണ്. പക്ഷേ ആ പെൺകുട്ടി അഭിമാനി ആയതുകൊണ്ടും സത്യസന്ധ ആയതുകൊണ്ടും അദ്ദേഹത്തെ അവരുടെ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞു. അവർ മുഖാന്തരം ഈ ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ ഇൻഡസ്ട്രി മുഴുവൻ പ്രചരിക്കുകയാണ്. അപ്പോൾ ചാനലുകൾ മലയാള സിനിമയുടെ അന്തകന്മാരാകാൻ, അല്ലെങ്കിൽ കുറച്ചാളുകൾ കുറച്ചാളുകളുണ്ട് എല്ലാവരെയും മോശക്കാരാക്കി, അല്ലെങ്കിൽ ഇതിനൊന്നും പോകാതെ ഒതുങ്ങി ജീവിക്കുന്നവരെ കൂടി മോശക്കാരാക്കി പൊതുജന മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ മനഃപൂർവ്വം ഈ റേറ്റിങ്ങിന് വേണ്ടി, ഇവരുടെ ഈ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണത്. അതിന് എത്ര രൂപ ചിലവാക്കാനും അവർക്ക് മടിയില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ബാർക്കിംഗ് ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം TRP കൂടണം. അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഈ നടിമാർ മുതലാക്കാൻ അറിയാമെന്നുള്ളവർ ഈ സമയത്താണ് ഈ ചാനലുകളെ മുതലാക്കുക. പക്ഷേ അതിനൊന്നും താല്പര്യമില്ലാത്തവർ ഒതുങ്ങി ജീവിക്കുന്നവരെ കൂടി ഇവർ നിർബന്ധിച്ച് ഈ മേഖലയിൽ വന്ന് കള്ളം പറയിക്കാൻ, പച്ചക്കള്ളം ക്യാമറയുടെ മുന്നിൽ വന്നെന്ന് പറയിക്കാൻ ആവശ്യപ്പെടുക. അപ്പോൾ പാഡസ് കമ്പനി വീണ്ടും കാണാം. ചൂടുള്ള ചായക്കും.